ചികിത്സാരംഗത്ത് വീണ്ടും തിളങ്ങി കാക്കനാട് സൺറൈസ് ആശുപത്രി. ഗർഭിണിയായ ആന്ധ്രാപ്രദേശ് സ്വദേശിനിയെ അപകടകരമായ അവസ്ഥയിൽ നിന്നും രക്ഷിച്ച് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം. ഗർഭാശയം പൊട്ടിയതിനെ തുടർന്ന് യുവതിയെ എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഡോക്ടർ ഹഫീസ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ചികിത്സാ മികവിലൂടെയാണ് യുവതി അപകടാവസ്ഥ തരണം ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്നും ചികിത്സയ്ക്കായി എത്തിയ ഗർഭിണിയെ രക്ഷിച്ചത് കാക്കനാട് സൺറൈസ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിന്റെ സംയോജിതമായ ഇടപെടലിലൂടെയാണ്. ദിവ്യ നാഗ എന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിനിയെയാണ് അവിടുത്തെ രാജമുണ്ടരി ആശുപത്രിയിൽ നിന്നും കാക്കനാട് സൺറൈസ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി അടിയന്തരമായി മാറ്റിയത്. ഗർഭപാത്രത്തിലുണ്ടായ ചില ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ദിവ്യ ഇതിനു മുൻപും ഗർഭം ധരിച്ചെങ്കിലും കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 2 തവണയും പ്രഗ്നൻസി പീരീഡിൽ തന്നെ കുഞ്ഞിനെ നഷ്ടമാവുകയായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് ഇത്തവണയും നിലനിന്നിരുന്നത്. സൺറൈസ് ആശുപത്രിയിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഹഫീസ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം ദിവ്യയെയും കുഞ്ഞിനെയും അപകടകരമായ അവസ്ഥയിൽ നിന്നും രക്ഷിച്ചു. ഈ പേഷ്യന്റ് എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ ഇതുപോലെ 2 തവണ ഇതിനു മുമ്പ് താഴ്ന്ന് സ്റ്റിച്ചിട്ടിട്ട് അബോർട്ടായി പോയ പേഷ്യൻ്റാണ്. അപ്പോൾ ഇത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടി ഏകദേശം പകുതി പുറത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ എയർലിഫ്റ്റ് ചെയ്തത് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വന്നു നമ്മളത് ലാപ്രോസ്കോപ്പി കൂടെ അത് സൂച്ചർ ചെയ്യണം. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പി കൂടെ സൂച്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കുട്ടീനെ അകത്ത് വെച്ചിട്ട് നമ്മളത് സേവ് ചെയ്യാൻ പറ്റും. അതൊരു സ്പെഷ്യൽ മെത്തേഡാണ് അത് ചെയ്യുന്നത്. നമുക്കിവിടെ അതുപോലെ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, പുറത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ ഈ പേഷ്യൻസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പി കൂടെ സേവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ്. നമുക്ക് ഒത്തിരി പേഷ്യൻസിന് അത് ഉപകാരപ്രദമായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ്. നിലവിൽ ദിവ്യ ആശുപത്രിയിൽ സുഖമായി തുടരുകയാണ്. ഉടൻ തന്നെ ആശുപത്രി വിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദിവ്യയുടെ കുടുംബം. അപകടകരമായ അവസ്ഥ തരണം ചെയ്തതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. സൺറൈസ് ആശുപത്രിയിലെ ഡോക്ടർമാരോടും അധികൃതരോടുമുള്ള നന്ദിയും കുടുംബം അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.